हाय बच्चों, नमस्कार. मेरा नाम डॉक्टर भद्रन. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ഭദ്രൻ. मैं तो एक हिंदी अध्यापक हूँ. ഞാനൊരു ഹിന്ദി അധ്യാപകനാണ്. तो हमें मालूम है कि ഹിന്ദി ഭാഷ का മുഖ്യത क्या है. ഹിന്ദി ഭാഷയുടെ പ്രാധാന്യം എത്രമാത്രമാണ്, എസ്പെഷ്യലി इस काल में, ഇന്നത്തെ കാലഘട്ടത്തിൽ. मैंने ऐसा विचार करता है कि और ऐसा सोचा है कि अधिकांश छात्रों के लिए ഹിന്ദി लिखना, പഠന, ബാतें करना बहुत मुश्किल है. എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, പല കുട്ടികൾക്കും, ഇപ്പോൾ ഹയർ സ്റ്റഡീസിലെത്തിയ കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് ഹിന്ദി അനായാസമായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ എഴുതാനോ വായിക്കാനോ ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇസ്കോ കോയി ബേസ് നഹി ഹൈ, ഇതിനൊരു അടിത്തറ ഇല്ല എന്നുള്ളതാണ്. ഹമേ മാലൂം ഹൈ കി ഹറേക്ക് ഭാഷാവും കാ ആധാർ അക്ഷർ ഹോത്തെ ഹൈ. എല്ലാ ഭാഷകളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് അക്ഷരങ്ങളാണ്. वो अक्षर साफ रूप में पढ़ें तो भी हर एक ഭാഷ बहुत ഈസി लगेगा. നമ്മൾ ഈ അക്ഷരങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതായ രീതിയിൽ എഴുതി പഠിക്കുകയാണ് എങ്കിൽ നമുക്ക് വളരെ എളുപ്പമായിട്ട് തോന്നും. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഈ ഹിന്ദി അക്ഷരങ്ങൾ വളരെ രസകരമായിട്ട് എങ്ങനെ പഠിക്കാമെന്നാണ്. हमें मालूम है कि अभी तो हमारे सोशल मीडिया में बहुत अधिक वीडियो है. 10 दिन से हिंदी सीखेगा और 20 दिन से ഐസ നമുക്കിന്ന് ഒരുപാട് വീഡിയോകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 10 ദിവസം കൊണ്ട് 20 ദിവസം കൊണ്ടൊക്കെ നമുക്ക് ഹിന്ദി പെട്ടെന്ന് പഠിക്കാമെന്നും പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ അങ്ങനെ യാതൊരുവിധ ഉറപ്പും നിങ്ങൾക്ക് നൽകുന്നില്ല. ഞാൻ ആകെ തരുന്ന ഒരു ഉറപ്പെന്ന് പറയുന്നത്, നിങ്ങൾ ജസ്റ്റ് എൻ്റെ വീഡിയോ ജസ്റ്റ് ഏക് ബാർ മേരാ വീഡിയോ ദേഖിയേ, എൻ്റെ ഈ വീഡിയോ ഒരു പ്രാവശ്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണുക. കണ്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക നമുക്ക് വളരെ ഈസി ആയിട്ട് ഹിന്ദി എഴുതാനും വായിക്കാനും പഠിക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളത്. കബീർദാസിനെ പറ്റി കേട്ടിട്ടുണ്ടാവും നിങ്ങളല്ലേ. तो कबीरदास द्वारा लिखा हुआ एक दोहा है, गुरु गोविंद धोऊं खड़े काके लाखों पाई, बलिहारी गुरु आपने जिन गोविंद दियो बधाई. इसका मतलब क्या है, इसका अर्थ क्या है? कबीरदास के सामने गुरु और ईश्वर दोनों एक साथ गड़ा हुआ है. तभी कबीरदास के मन में एक शंका हुई, मैं किसको पहले प्रणाम करूं? दोनों को एक साथ प्रणाम करना बहुत मुश्किल है. लेकिन कबीरदास कहता है कि बलिहारी गुरु आपने जिन गोविंद दियो बधाई. शक्तिशाली गुरु ने मुझे ईश्वर को दिखाया है, इसलिए मैं पहले गुरु को ही वंदना करूँगा. इसका मतलब क्या है? ഇത് കബീർദാസിൻ്റെ ഒരു ദോഹയാണ് മക്കളെ. കബീർദാസ് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, കബീർദാസിൻ്റെ മുൻപിൽ ഗുരുവും ഈശ്വരനും ഒരേപോലെ നിൽക്കുന്ന അവസരത്തിൽ ഉസ്കെ മൻമേക്ക് ശങ്ക ഹോഗി, അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു സംശയം ഉണ്ടായി, मैं पहले किसको प्रणाम करूं, ഞാൻ ആദ്യം ആരെയാണ് നമസ്കരിക്കുക? രണ്ടുപേരും ഒന്നിച്ചെന്തായാലും നമസ്കരിക്കാൻ പറ്റില്ല. दोनों को एक साथ प्रणाम करना बहुत मुश्किल है. लेकिन कबीरदास फिर कहता है कि ശക്തിശാലി ഗുരുവിനെ മുച്ചെ ഈശ്വർ ദിഖായ ഹൈ. പിന്നീട് കബീർദാസ് പറയുകയാണ്, ശക്തിമാനായ ഗുരുവാണ് എനിക്ക് ഈശ്വരനെ കാണിച്ചു തന്നതെന്ന്. സോ ഇസ്കാ മത്ലബ് और इसका अर्थ क्या है, हमें गुरु के बिना कुछ भी ज्ञान नहीं प्राप्त कर सकेगा. मैं तो एक गुरु के रूप में इधर गड़ा हूँ. आप लोग मेरे सामने शिष्य के रूप में या छात्रों के रूप में बैठिए, ध्यान से सुनिए, ध्यान से लिखिए, तो अच्छी तरह വെരി ഈസി के साथ ഹിന്ദി സിഖായേഗ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഹിന്ദി പഠിക്കാനായിട്ട് സാധിക്കും. കബീർദാസ് പറഞ്ഞത് ഗുരുവും ഈശ്വരനും ഒരേപോലെ നിൽക്കുമ്പോൾ കബീർദാസിൻ്റെ മനസ്സിലൊരു സംശയം ഉണ്ടായി, ഞാൻ ആദ്യം ആരെയാണ് നമസ്കരിക്കുക? പക്ഷെ കബീർദാസ് പറയുകയാണ്, ഞാൻ ആദ്യം ഗുരുവിനെ നമസ്കരിക്കും, കാരണം ഗുരുവാണ് എനിക്ക് ഈശ്വരനെ കാണിച്ചു തന്നത്. അപ്പോൾ ഗുരുവിലൂടെ മാത്രമാണ് നമുക്ക് എല്ലാ അറിവുകളും നേടാനായിട്ട് നമുക്ക് സാധിക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ഗുരുവിൻ്റെ സ്ഥാനത്ത് നിൽക്കുകയാണ്. ആ ഗുരുവിൻ്റെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ എൻ്റെ മുന്നിൽ ഒരുപാട് ശിഷ്യന്മാരുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അവരെ ഹിന്ദി ഏറ്റവും എളുപ്പകരമായ രീതിയിൽ, ഏറ്റവും ലളിതമായ രീതിയിൽ എങ്ങനെ പഠിക്കാം എന്ന് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് നിങ്ങൾ 1-2 വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഹിന്ദി എന്ന് പറയുന്നത് വളരെ ലളിതമായൊരു ഭാഷയാണെന്ന്. वो भी नहीं है, हिंदी सीखें तो भी भारत के हर एक राज्यों में जाकर उधर के लोगों से मिल सकेगा और काम करेगा. बहुत സുവിധായ് है. നമ്മൾക്ക് ഹിന്ദി അറിയാമെങ്കിൽ നമുക്ക് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും, ചുരുക്കം 1-2 സംസ്ഥാനങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ നമുക്ക് അനായാസമായിട്ട് അവിടെ പോയി പഠിക്കാനും ജോലി ചെയ്യാനും ഒക്കെ സാധിക്കും. അത്രയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഉത്തന മഹത്വപൂർണ്ണ ഭാഷ ഹിന്ദി. അത്രയും മഹത്വപൂർണ്ണമായ ഒരു ഭാഷയാണ് ഹിന്ദി എന്ന് പറയുന്നത്. വൊബിൻ ഹി അക്സർ അറേബ്യൻ ദേശവും മേംഭി, പല അറേബ്യൻ രാജ്യങ്ങളിലും ഹിന്ദി അറിയാമെങ്കിൽ സുഗമമായിട്ട് നമുക്ക് അവിടെ പോയിട്ട് ജോലി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോവുകയാണ്, അക്ഷർ. ആദ്യം നമ്മൾ പഠിക്കുന്നത് അക്ഷരങ്ങളാണ്. ഹിന്ദി में 2 प्रकार के अक्षर है, स्वराक्षर और व्यंजनाक्षर. स्वराक्षर स्वतंत्र रूप में उच्चारण करते हैं.
ഈ സ്വരാക്ഷരങ്ങളെന്നും വ്യഞ്ജനാക്ഷരങ്ങളെന്നും രണ്ട് തരത്തിലാണ് ഹിന്ദിയിലുള്ള അക്ഷരങ്ങളുള്ളത്. സ്വരാക്ഷരങ്ങൾ സ്വതന്ത്രമായിട്ട് നിൽക്കുന്നു. ഉസ്കോ കോയി സഹാര നെയ്യും ചാഹിയെ, അതിന് മറ്റൊന്നിൻ്റെ ഒരു ആവശ്യമില്ല. ലെക്കിൻ വ്യഞ്ജനാക്ഷർ ഐസ നെയ് ഹൈ, വ്യഞ്ജനാക്ഷരങ്ങൾ അങ്ങനെയല്ല. ഒരു സ്വരത്തിൻ്റെ സഹായത്താലാണ് വ്യഞ്ജനാക്ഷരങ്ങൾ നമ്മൾ ഉച്ചരിക്കുകയും എഴുതുകയും ചെയ്യുന്നത്. ആദ്യം നമ്മൾ സ്വരാക്ഷരങ്ങളിലേക്ക് പോവുകയാണ്. 13 സ്വരാക്ഷരങ്ങളാണുള്ളത്. ഈ 13 സ്വരാക്ഷരങ്ങളിൽ ശരിക്കും സ്വരാക്ഷരം എന്ന് പറയുന്നത് 11 ഉള്ളൂ. അവസാനത്തെ അനുസ്വാരം വിസർഗം എന്ന രണ്ടക്ഷരം കൂടി ചേർത്തിട്ടാണ് നമ്മൾ 13 സ്വരാക്ഷരങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും തയ്യാറല്ലേ? ഒരു നോട്ട്ബുക്ക് എടുക്കുക, ഒരു പെൻസിൽ എടുക്കുക. എന്നിട്ട് ഞാൻ എഴുതുന്നതനുസരിച്ച് നിങ്ങൾ എന്നോടൊപ്പം എഴുതുകയാണെങ്കിൽ, എൻ്റെ ഒപ്പം നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട്, വളരെ ലളിതമായിട്ട് നമുക്ക് ഹിന്ദി അക്ഷരം പഠിക്കാനായിട്ട് സാധിക്കും. ഹിന്ദി അക്ഷരം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹിന്ദി അക്ഷരങ്ങൾ ചേർന്നുള്ള വാക്കുകൾ എങ്ങനെ വായിക്കാമെന്ന് നമുക്ക് പഠിക്കാം. വായിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അല്പാൽപമായിട്ട് സംസാരിക്കാനായിട്ട് പഠിക്കാം. റെഡി അല്ലേ? ഓക്കെ, तो देखो बच्चों, इधर देखो, इधर एक मोटा शून्य है. मोटा शून्य മലയാളത്തിൽ പറഞ്ഞ വലിയൊരു വട്ടപൂജ്യം. और इधर 2 रेखा है. फिर मैंने कहता हूं कि ये है हिंदी स्वराक्षर और व्यंजनाक्षर. ഈ പൂജ്യവും ഈ 2 വരകളുമാണ് സത്യത്തിൽ ഹിന്ദിയിലെ അക്ഷരങ്ങൾ എന്ന് പറയുന്നത്. ഈ പൂജ്യവും ഈ വരയും, ഈ 2 തരത്തിലുള്ള വര, ഒന്ന് ഒരു നേരെ വരയ്ക്കുന്ന വര, ഒന്ന് താഴോട്ട് വരയ്ക്കുന്ന വര. ഈ 2 വരകളും പഠിച്ചു വെച്ചാൽ, മനസ്സിലാക്കിയാൽ, വരയ്ക്കാൻ പഠിച്ചാൽ, ഞാൻ പറയുന്നു നിങ്ങൾ ഹിന്ദി അക്ഷരങ്ങൾ മുഴുവനും പഠിച്ചു കഴിഞ്ഞു എന്ന്. എന്താ, എളുപ്പമല്ലേ? സംശയം തോന്നുന്നുണ്ടോ? വളരെ ഈസിയാണ്, വളരെ ഈസി, വെരി सिंपल. ये तो बहुत सरल है, इसमें थोड़ा भी कठिन बात नहीं है. देखो, ये तो ये मोटा शून्य, इस मोटा शून्य और इस रेखा को मैंने टुकड़ा टुकड़ा बनाते हैं. देखो, इस मोटा शून्य को मैंने टुकड़ा टुकड़ा बना दिया. इस रेखा को भी, ഈ വൃത്തത്തെയും അതേപോലെ തന്നെ ഞാൻ ഈ രേഖകളെയും നോക്കൂ, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി, പീസുകളാക്കി. കാണുന്നില്ലേ? ആദ്യം ഇതൊരു വലിയ വൃത്തമായിരുന്നു. ആ വൃത്തത്തെ നമ്മൾ പല 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 പാർട്ടുകളാക്കി. ഇതൊരു വലിയ നീണ്ട രേഖയായിരുന്നു. ആ രേഖയും നമ്മൾ പല കഷ്ണങ്ങളാക്കി, അല്ലെ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി. ഈ താഴോട്ടുള്ള വരയും അതേപോലെയാക്കി. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നോക്കുക, നിങ്ങൾ നോക്കുക. നമുക്ക് ഇതിലുള്ള ഒരു ഭാഗം നമുക്ക് ഇവിടെ കൊണ്ടുവയ്ക്കാം. വെച്ചില്ലേ? ഇത് ഈ വൃത്തത്തിൻ്റെ ഒരു ഭാഗമാണ്. इस शून्य का एक भाग है, एक पार्ट है. देन दूसरा पार्ट है, एक पार्ट इधर. देखो अभी क्या देखा है? देखो गणित में 1 2 3, 1 2 3, 1 2 3. ഈ 3 പോലെ തന്നെ തോന്നില്ല ഇത്, അല്ലേ? ഈ 3 പോലെ തോന്നുന്നെങ്കിൽ ഈ 3നോടൊപ്പം ഞാൻ എന്ത് ചെയ്യുന്നു നോക്കൂ. ഇവിടുന്ന് ഒരു വരയെടുത്തു, ഇവിടെ വെച്ചു. ഇവിടുന്ന് അടുത്ത വരയെടുത്ത് ഇവിടെയും വെച്ചു. ഇനി നോക്കുക, ഇപ്പൊ എന്തുപോലെ തോന്നുന്നുണ്ട്? ആ എന്ന് പറയുന്ന ആദ്യത്തെ സ്വരാക്ഷരമാണ് ഇത്. പക്ഷെ ഹിന്ദി അക്ഷരങ്ങളുടെ മുകളിൽ ഒരു വര കൂടി വേണം. നമ്മളുടെ മലയാളത്തിൽ നിങ്ങൾ കണ്ടിരിക്കും, ഈ മലയാളത്തിലുള്ള ആ എന്ന് പറയുന്നതായ അക്ഷരമാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഒന്നുകൂടി നോക്കുക, ഈ വൃത്തത്തിന്റെ ഒരു ഭാഗം ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇത് വൃത്തത്തിന്റെ ഭാഗമാണല്ലോ. ഏതോ ഈ ശൂന്യക്ക് ഭാഗ് ഹൈ, കൊയ് ശങ്ക ഹൈ നാ? ശങ്കയ്ക്ക് കൊയ് ആവശ്യത നഹീം. സംശയത്തിന്റെ യാതൊരു ആവശ്യവുമില്ല. ഈ പൂജ്യത്തിന്റെ ഒരു ഭാഗമാണ് ഞാൻ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. ദെൻ ഇനി മറ്റൊരു ഭാഗം ഞാൻ ഇവിടെ കൊണ്ടുവച്ചു. ഇപ്പം നമുക്കറിയാൻ പറ്റും, ഇത് 3 പോലെയാണ്. 3 മനസ്സിൽ ഓർത്താൽ മതി. ഇനി ഇവിടെ രേഖകൾ പല കഷ്ണങ്ങളാക്കി ഞാൻ ഇട്ടിട്ടുണ്ട്. അതിലെ ഒരു ഭാഗം ഞാൻ ഇവിടെ കൊണ്ടുവച്ചു. ക്ലിയർ അല്ലേ? മനസ്സിലാവുന്നില്ലേ? ഇനി അടുത്ത വര നേരെ വരച്ചു, ഒരു വര ഇവിടെ കൊടുത്തു. ഇപ്പോൾ ഏതക്ഷരം കിട്ടി? ആ എന്ന് പറയുന്ന ആദ്യത്തെ സ്വരാക്ഷരം. कोई शंका है ना? किसी को कोई शंका? शंका की कोई बात नहीं बच्चों. बच्चों देखो, इस शून्य और इस रेखा का थोड़ा थोड़ा पार्ट है ये. इस थोड़ा थोड़ा पार्ट को ഈ ചെറിയ ചെറിയ ഭാഗങ്ങളെ നമ്മൾ ഒന്നിച്ച് ചേർത്തപ്പോഴാണ് നമുക്ക് അക്ഷരം കിട്ടിയത്. ഈ പൂജ്യവും രേഖയിലൂടെ അല്ലാതെ നമുക്ക് ഹിന്ദിയിലെ ഒരക്ഷരങ്ങളും ഇല്ല സത്യത്തിൽ. ഇനി നമുക്ക് നോക്കാം. ഇപ്പം ഇവിടെ ആ കിട്ടി. ഇനി ഇത് നമുക്ക് മലയാളത്തിൽ അറിയാൻ പറ്റും, ആ എന്ന് പറയുന്ന അക്ഷരമാണ്. വെരി സിമ്പിളാണ്.
വൃത്തത്തിൻ്റെ ഒരു ഭാഗം ഞാൻ ഇവിടെ വെച്ചു, അടുത്ത ഭാഗം കൊണ്ടുവന്നു, ഇവിടുന്ന് ഒരു വര വരച്ചു, താഴോട്ടൊരു വര വരച്ചു, ആ എഴുതി. ഇതിപ്പോൾ നമുക്കറിയാം ആ എന്ന് പറയുന്ന അക്ഷരമാണ്, നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ ആയോട് ചേർന്നിട്ട് ഇവിടെ ഒരു വര കൂടി താഴോട്ട് വരച്ചു കഴിഞ്ഞാൽ ആ എന്ന് പറയുന്നതായ അക്ഷരം കിട്ടും. कठिन लगेगा किसी को? कोई बात नहीं बच्चों, वेरी सिंपल है. നോക്കുക, ഇതും ഇതിന്റെ ഭാഗമാണ്. ये सब कुछ इस शून्य और रेखा का थोड़ा थोड़ा भाग है, थोड़ा थोड़ा अंश है. क्लियर? पहले हम लोग ആ സമച്ച് दूसरे ആ ആദ്യം നമ്മൾ എഴുതിയത് ആ എന്ന് പറയുന്ന സ്വരാക്ഷരമാണ്. അതായത് ഈ വൃത്തത്തിന്റെ ഒരു ഭാഗം എടുത്ത് കൊണ്ടുവച്ച് ഒന്നുകൂടി ധ്യാൻ സെ സുനിയെ ബച്ചോ. देखो ये वृत्त ഇതൊരു വൃത്തത്തിന്റെ ഒരു ഭാഗമാണ്. ये शून्य का एक पार्ट. क्लियर? दूसरा शून्य का एक पार्ट मैंने इधर रखा, देन एक रहेगा, देन इधर की ओर रहेगा, और ऊपर एक रहेगा. क्या मिला? ആ അക്ഷർ മില. റൈറ്റ്? വൃത്തത്തിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ നോക്കുക. ഈ വൃത്തത്തിന്റെ ഓരോ പാർട്ടുകൾ നമ്മൾ എടുത്ത് വെക്കുമ്പോൾ ഇവിടെ വരെയുള്ള ഇതുവരെയുള്ള ഭാഗം നോക്കുക, അത് വൃത്തത്തിന്റെ ഒരു ഭാഗമാണ്. ഇതുവരെയുള്ളത് നോക്കുക, വൃത്തത്തിന്റെ ഭാഗം. ഇത് രേഖയുടെ ഭാഗം, ഇത് രേഖയുടെ ഭാഗം, മുകളിലുള്ളതും ഒരു വര. ഹിന്ദി സബി ഹിന്ദി അക്ഷരം കെ ഊപ്പർ ഏക്ക് രേഖ की ആവശ്യകത है, ലേക്കിൻ എന്നാൽ ചില അക്ഷരങ്ങളുടെ മുകളിൽ വരയ്ക്കാനായിട്ട് പാടില്ല. എല്ലാ അക്ഷരങ്ങളുടെയും മുകളിൽ എല്ലാ അക്ഷരങ്ങളുടെയും മുകളിൽ പൂർണ്ണമായിട്ട് വരയ്ക്കാനായിട്ട് പാടില്ല. അത് ഏതൊക്കെയാണെന്ന് നമ്മൾ മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ പഠിക്കും. ഇപ്പം ഇനി രണ്ടാമത്തത് ആ ക്ലിയർ അല്ല നിങ്ങൾക്ക്? കൊയ് ശങ്കഹന ശങ്കനേ? ഓക്കെ. ആ എഴുതി നമ്മൾ പഠിച്ചു. ദെൻ ആ ഏതോ ഹ്രസ്വ ഹൈ, ഏതോ ഏക്ക് ദീർഘ ഹൈ. ഇത് നമ്മൾ പതുക്കെ ഉച്ചരിക്കുന്നു, കുറുക്കി ഉച്ചരിക്കുക എന്നൊക്കെ പറയും. ആ രണ്ടാമത്തത് അതിൻ്റെ ദീർഘ സ്വരത്തിൽ ദീർഘ രൂപത്തിൽ ഉച്ചരിക്കുന്നു, ആ എന്ന് ഉച്ചരിക്കുന്നു. അതിന് നമ്മൾ ചെയ്യുന്നത് ആ എഴുതിയതിന് ശേഷം देखो इस आ के आगे एक रेखा खींचो. ഈ ആയുടെ തൊട്ട് അടുത്തായിട്ട് ഒരു വര കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായി? നമുക്ക് ആ എന്ന് പറയുന്നതായ അക്ഷരം നമുക്ക് ലഭിക്കും. अभी तुम्हें मालूम है कि हिंदी अक्षर पढ़ना बहुत इजी है ना? इजी और कठिन के बारे में चिंता करने की कोई जरूरी नहीं है. ഇത് പ്രയാസമാണെന്ന് ചിന്തിക്കേണ്ട യാതൊരു ആവശ്യമില്ല. बहुत आसानी से पढ़ सकूं. देखो मैंने पहले बताया इस शून्य और रेखा के किसी न किसी भाग है. सभी अक्षरों എല്ലാ അക്ഷരങ്ങളും ഈ രേഖയുടെയും ഈ വൃത്തത്തിൻ്റെയും വിവിധ ഭാഗങ്ങൾ ചേർത്ത് വെച്ച് ഉണ്ടാക്കുന്നതാണ്. ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് അക്ഷരങ്ങൾ വളരെ ഈസി ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. ആ എന്ന് പറയുന്ന അക്ഷരം എഴുതാൻ ആദ്യം നമ്മൾ മനസ്സിൽ 3 ഓർത്താൽ മാത്രം മതി. ഈ 3നോടൊപ്പം 2 വര കൊടുത്തിട്ടുണ്ട് എങ്കിൽ, 2 അല്ല 3 വര, ഒരു വര ഇവിടെ താഴോട്ടൊരു വര, പിന്നെ മുകളിലൊരു വരയും വരച്ചാൽ ആ എന്ന് പറയുന്നതായ സ്വരാക്ഷരമായി. രണ്ടാമത്തത് ആ എന്ന സ്വരാക്ഷരത്തിൻ്റെ അടുത്ത് ഒരു വര കൂടി താഴോട്ട് കൊടുത്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഏതക്ഷരം കിട്ടും? ആ എന്ന് പറയുന്നതായ സ്വരാക്ഷരം കിട്ടും. ഇനി സ്വരാക്ഷരം എപ്രകാരം എഴുതുന്നുവോ അത് അതേപോലെ തന്നെയാണ് ഉച്ചരിക്കുന്നത്. കാരണം സ്വരാക്ഷരങ്ങൾ സ്വതന്ത്രമായിട്ട് നിൽക്കുന്നതാണ്. എന്നാൽ വ്യഞ്ജനാക്ഷരങ്ങൾ ഐസനഹിഹൈ, സ്വരത്തിൻ്റെ സഹായത്താൽ മാത്രമാണ് ഒരു വ്യഞ്ജനാക്ഷരം നിൽക്കുന്നത്. സ്വരാക്ഷരം എങ്ങനെ എഴുതിയാൽ എഴുതിയാൽ ആ എന്ന് തന്നെയാണ് അത് വായിക്കുന്നത്. ആ എന്നെഴുതിയാൽ ആ എന്ന് തന്നെയാണ് അത് വായിക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് സ്വരാക്ഷരങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കും. मैंने विचार करता हूँ कि सभी लोगों के दोनों अक्षर अच्छी तरह समझाना. ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ ഈ 2 അക്ഷരങ്ങളും വളരെ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. യാതൊരുവിധ പ്രയാസവുമില്ല. വൃത്തത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ച് നമ്മൾക്ക് ഹിന്ദിയിലെ മുഴുവൻ അക്ഷരങ്ങളും ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് 2 അക്ഷരമാണ്. ബാക്കി അക്ഷരങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ വരും. അതുവരെ ധന്യവാദ്. ഓക്കെ.